വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് SDPI രഹസ്യ ചർച്ചയിൽ മുഖം നഷ്ടപ്പെട്ട മുസ്ലിം ലീഗും UDF നേതാക്കളും യാദൃച്ഛികമായ കൂടിക്കാഴ്ച മാത്രമാണെന്ന് വിശദീകരിച്ച് ലീഗ് നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ സഹായം അഭ്യർത്ഥിച്ചാണ് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയതെന്നും രാഷ്ട്രീയ ചർച്ചയാണെന്നും SDPI വിശദീകരിച്ചതോടെ UDFും പ്രതിരോധത്തിലായി. SDPI ലീഗ് കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച കോൺഗ്രസ്. SDPIയുടെ വോട്ട് വേണമെന്ന K. സുധാകരൻ. ചർച്ചയെക്കുറിച്ച് മറുപടി നൽകാതെ ചെന്നിത്തല. CPM അജണ്ട തങ്ങൾക്ക് മേൽ കെട്ടിവെക്കേണ്ടെന്ന ചെന്നിത്തല. കൂടിക്കാഴ്ചയെക്കുറിച്ച് ലീഗാണ് പ്രതികരിക്കേണ്ടതെന്ന് മുല്ലപ്പള്ളി. 4 വോട്ടിന് വേണ്ടി UDF വർഗീയതയെ പ്രീണിപ്പിക്കുന്നുവെന്നതിന്റെ തെളിവാണ് SDPI ലീഗ് കൂടിക്കാഴ്ചയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗ് SDPI രഹസ്യബന്ധം തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉള്ളതുകൊണ്ടും സമയം രേഖപ്പെടുന്നതുകൊണ്ടും എല്ലാവരും കൂടി ഒന്നിച്ചവിടെ മുറിയിലെത്തിപ്പെട്ടത് ഒരു രേഖയായി മാറി. അപ്പോൾ അവർ ചർച്ച നടത്തിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് കാര്യത്തിന് അവരെല്ലാവരും കൂടി ഒത്തുകൂടിയത്? അപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ള ധാരണയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇതാണ് പ്രശ്നം. ഈ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ആ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചാലേ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാനാവും. 4 വോട്ടിന് വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ UDF അതാണ് സ്വീകരിച്ചു വരുന്നത്. ഒരു പാഠവും ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ലീഗ് SDPI കൂട്ടുകെട്ട് അപകടകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പരാജയഭീതിയിൽ രഹസ്യധാരണയുണ്ടാക്കാനാണ് ലീഗ് ശ്രമമെന്നും കോടിയേരി. ലീഗും SDPIയും തമ്മിലുള്ള കാലങ്ങളായുള്ള രഹസ്യധാരണയാണ് കൂടിക്കാഴ്ചയിലൂടെ തെളിഞ്ഞതെന്ന് കാനം. രഹസ്യ ചർച്ചയിൽ UDF കൺവീനർ ബെന്നി ബെഹനാനും പങ്കെടുത്തുവെന്ന് PV അൻവർ. കോൺഗ്രസിന്റെ ഒറ്റ സീറ്റ് മാർക്കും നൽകില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതി സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുകയുള്ളൂവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കോട്ടയം വടകര സീറ്റുകളിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുമെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. വാർത്തകൾ തുടരുന്നു. നഴ്സുമാരുടെ സംഘടനയായ UNAയിൽ വൻ സാമ്പത്തിക ക്രമക്കേടെന്ന് പരാതി. 3 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് UNA വൈസ് പ്രസിഡന്റ് സിബി മുകേഷ് DGPക്ക് പരാതി നൽകി. പരാതി ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിരിക്കുകയാണ്. നഴ്സുമാരിൽ നിന്ന് ലെവി പിരിച്ചതടക്കമുള്ള തുകയിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. അതേസമയം സമഗ്രമായ അന്വേഷണം വേണമെന്ന് DYFI ആവശ്യപ്പെട്ടു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പേരിൽ തൃശൂർ ആക്സിസ് ബാങ്കിലെ അക്കൌണ്ടിൽ നിന്നും 3 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തിരിമറി നടന്നതായാണ് പരാതി. സംഘടനയിലെ ഭാരവാഹികളുടെ പിന്തുണയോടെയാണ് തട്ടിപ്പെന്ന് ചൂണ്ടിക്കാട്ടി UNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി മുകേഷ് DGPക്ക് പരാതി നൽകി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിട്ടുണ്ട്. നഴ്സുമാരിൽ നിന്നും ലെവി പിരിച്ചതടക്കമുള്ള തുകയിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. ഹാൻഡിൽ ചെയ്തിരിക്കുന്ന 3 പേരാണ് സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ. ഇതിൽ 2 പേര് ഒപ്പിട്ടാൽ വിഡ്രോ ചെയ്യാമെന്നാണ് ബാങ്കുമായി ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ ഡ്രൈവർ സംഘടനയുടെ അക്കൌണ്ടിൽ നിന്നും പണമെടുത്തിട്ടുണ്ടെന്നും പരാതി വിശദമാക്കുന്നു. സംഘടനാ തീരുമാനപ്രകാരമല്ലാതെ പലർക്കും പണം നൽകിയിട്ടുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു. എന്നാൽ സംഘടനാ ചുമതലയിൽ നിന്നും പുറത്താക്കിയതിലുള്ള പ്രതിഷേധമാണ് പരാതിക്ക് പിന്നിലെന്ന് ജാസ്മിൻ ഷാ പ്രതികരിച്ചു. ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, UNA എന്ന് പറയുന്ന സംഘടന 1 രൂപ പോലും കയ്യിൽ പണം വാങ്ങാത്ത സംഘടനയാണ്. നഴ്സുമാരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാനായി രൂപീകരിച്ച സംഘടനയ്ക്കെതിരെയാണ് ഇത്തരം ആരോപണം ഉയരുന്നത് എന്നത് ഏറെ പ്രസക്തമാവുകയാണ്. 11,000 നഴ്സുമാർക്ക് അംഗത്വമുള്ള സംഘടനയാണ് UNA. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സംഘടനയുടെ നിയമാവലിയെയും കമ്മിറ്റിയെയും നോക്കുകുത്തിയാക്കി കോടികൾ ചില വ്യക്തികൾ സ്വകാര്യ താൽപര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം S. ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീംകോടതി നീക്കി. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് നിരീക്ഷിച്ച സുപ്രീംകോടതി ശ്രീശാന്തിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കാൻ തയ്യാറായില്ല. ശ്രീശാന്തിന്റെ ഭാഗം കേട്ട് 3 മാസത്തിനകം ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കണമെന്ന് BCCIയോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. കോടതി വിധി സ്വാഗതാർഹവും ഏറെ പ്രതീക്ഷയുള്ളതാണെന്നും ശ്രീശാന്ത് പീപ്പിൾ TVയോട് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു. ഹരിയാനയിൽ നിന്ന് 3 തവണ MP ആയ അരവിന്ദ് ശർമ്മ BJPയിൽ ചേർന്നു. ഹരിയാനയിലെ BJP ആസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടിൽ നിന്ന് അരവിന്ദ് ശർമ്മ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഓരോ മണ്ഡലത്തിലെയും 50% VVPAT എണ്ണണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചു. ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, KC വേണുഗോപാൽ തുടങ്ങി 21 നേതാക്കളാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് മാർച്ച് 25-ന് ഹർജികളിൽ വാദം കേൾക്കും. നിലവിൽ ഒരു മണ്ഡലത്തിലെ ശരാശരി 0.44% VVPAT രസീതുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇത് 50%-ആയി ഉയർത്തണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ മാനദണ്ഡ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ മാത്രമേ എണ്ണുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണും. യാദൃച്ഛികമായി തെരഞ്ഞെടുക്കുന്നത് ആണ് ഈ ബൂത്തുകൾ. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമ ഖണ്ഡു അടക്കം 4 പേർക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. 10 വർഷം മുൻപുള്ള ഹർജിയിൽ ഇപ്പോഴാണോ കോടതിയെ സമീപിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് യുവതിയുടെ അഭിഭാഷകനായ കപിൽ സിബലിനോട് ചോദിച്ചു. കേസിന്റെ നടപടികൾ ദില്ലി ഹൈക്കോടതിയിലേക്ക് മാറ്റണമെന്നും തനിക്കും ഭർത്താവിനും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യുവതി സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ എവിടെയാണ് കേസ് ഉള്ളത്, ആ കോടതിയിൽ സുരക്ഷയ്ക്കായി യുവതിക്ക് സമീപിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു.